സ്കൂളിൽ പോകുന്നതിന് മുമ്പേ രാവിലെ പറമ്പിലിറങ്ങണം. ഒരു 9:30 ആകുമ്പോൾ കയറി കുളിയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോകും. സ്കൂളിൽ നിന്ന് വന്നാലോ 1 മണിക്കൂർ പറമ്പിൽ പണി, പിന്നെ കുറെ നേരം കളി. ഇല്ലേ ഈ പണി ചെയ്തില്ലെങ്കിലും ഉണ്ടല്ലോ അച്ഛൻ കൊന്നുകളയും. ഇപ്പൊ കൊറേ വർഷമായിട്ട് പണി ചെയ്യുന്നുണ്ടല്ലേ? കേശുവേ, നീ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? നീ എന്നോട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നീ ഇതൊക്കെ നോക്കിക്കൊണ്ട് വന്നിരിക്കുവാന്നോ? നിലമ്മൂമ്മ, പെട്ടെന്ന് എനിക്കിങ്ങനെ നോക്കണമെന്ന് തോന്നി. അതൊക്കെ നമ്മുടെ അപ്പൂപ്പന്റെ കുറെ പഴക്കമുള്ള തുണിയല്ലേ അമ്മ? ഒക്കെ കുറച്ച് പഴയതാ. ഇങ്ങനെ കുറച്ചെണ്ണം എടുത്ത് തേച്ച് മടക്കി വെക്കും, എവിടെയെങ്കിലും പോകുമ്പം ഇട്ടോണ്ട് പോകാൻ വേണ്ടി മാത്രം. പക്ഷെ ഉണ്ടല്ലോ, ഒരു ശകലം എവിടെയെങ്കിലും കീറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിടത്തില്ല. ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ടൊന്നും ആവശ്യമില്ലാതെ കാശ് കളയത്തില്ല. ഡ്രസ്സിനൊന്നല്ല, ആവശ്യമില്ലാതെ 10 പൈസ പോലും കളയത്തില്ല. നല്ല ചിട്ടയായ ജീവിതം, ആവശ്യത്തിന് മാത്രം ആഹാരം, ആഡംബരവും അഹങ്കാരവും പടിക്ക് പുറത്ത്. അതായിരുന്നു അപ്പൂപ്പന്റെ ജീവിതം. ദുർവ്യയം ഒരിക്കലും ഉണ്ടാവരുതെന്ന് എപ്പോഴും പറയുമായിരുന്നു. ശരിയാണ്, അപ്പൂപ്പ അനാവശ്യമായിട്ടൊരു 10 പൈസ ചെലവാകൂല. പക്ഷെ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യം എന്ന് പറഞ്ഞാലേ, ചേച്ചി പണിക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പൂപ്പൻ പൈസയെ നോക്കത്തില്ല. അയ്യോ, എപ്പോഴും പറയുമായിരുന്നു ഒരു പണിക്കാരന് മറ്റൊരു പണിക്കാരന്റെ വേദന മനസ്സിലാവത്തുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിലേ പണിക്കാര് വരുന്നതിന് മുമ്പ് രാവിലെ 6 മണിയാവുമ്പോഴേ പറമ്പിലിറങ്ങും. അത് കഴിഞ്ഞേ പണിക്കാർ വരത്തുള്ളൂ. പണിക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ വൈകുന്നേരം 6 മണി വരെ പണിക്ക് നിൽക്കും. അപ്പൂപ്പം പണിക്കിറങ്ങിയെന്നറിഞ്ഞാലേ പണിക്കാർക്കൊക്കെ ഭയങ്കര വേവലാതിയാ. കാര്യം എന്താ, അപ്പൂപ്പന് അവര് പണിയുന്നതിനെക്കാട്ടി നന്നായിട്ട് ജോലി ചെയ്യും. അതുകൊണ്ട് അവരും നന്നായിട്ട് പണിയെടുക്കുമായിരുന്നു. അമ്മൂമ്മ എങ്ങനെ സങ്കടപ്പെടല്ലേ? നീ ഇത് അടച്ചു വെച്ചിട്ട് വാ, നമുക്ക് വല്ലതും കഴിക്കാം. വാ. മുമ്മു, എനിക്ക് കഞ്ഞിയും ചമ്മന്തിയും പിന്നെ അച്ചാറും മതി. അപ്പൂപ്പ ഇടക്കിടക്ക് പറമ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതാണല്ലോ കഴിക്കാറ്. മുമ്മു വന്നേ. നമ്മള് വെറുതെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അപ്പൂപ്പന് സങ്കടവും. അത്രയ്ക്കൊന്നും ഇല്ലടേ, ഡെയിലി പ്രാക്ടീസ് ചെയ്യാത്തോണ്ടേ ഒരിതൊക്കെ അങ്ങ് പോയി. അതാണ് പറയണത്, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. എന്തോന്ന് ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല, ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അത് എനിക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തോണ്ടല്ലോ അപ്പം നടുവേന വരും. നടുവേന പറഞ്ഞോണ്ടിരുന്ന ഞാൻ ചെയ്യാൻ പറ്റില്ല. അതല്ല, ഈ നടുവേന വന്നു കഴിഞ്ഞാ പിന്നെ അതങ്ങ് പോകൂല, പിന്നെയും കൊണ്ട് അത് പോവുള്ളൂ. അതാണ് പറയണത്, നമ്മള് നടുവേനെന്ന് പറഞ്ഞ് വിചാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? രാവിലെ എണീക്കുക, അങ്ങ് ചെയ്യുക. നമ്മളെ കൊണ്ട് ഇത്രയും ഉപദേശം തരാൻ പറ്റുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വിട്. ഞാൻ പറഞ്ഞ ആളെ കൊല്ലും തോന്നല്ലേ? വേണം അത്രയൊക്കെ ചെയ്യടാ. ഇത്രയും ഡയലോഗ് അടിച്ചല്ലേ, നീ ചെയ്. ഡയലോഗ് വേറെ, ഫുഡ് കഴിച്ചിട്ട് മറ്റേ ഇത് ചെയ്യണൊക്കെ വേറെ. അതന്നെ, വാ കൊണ്ടുള്ളത് മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല നിനക്ക്. അതുകൊണ്ടല്ലേ ഇങ്ങനെ നിൽക്കണം. നീങ്ങില്ലേ, കൈ എടുക്കുമ്പോ ചിലപ്പോ വീശിക്കൊള്ളും. നീ ചെയ്.
നടക്കൂല്ലേ പോടെ. അത് തന്നെ നടക്കൂലേ, ഡയലോഗ് അടി മാത്രമേ ഉള്ളൂ, നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ പറയണത്. ആ അതുകൊണ്ടൊന്നുമല്ല. അതെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതെ കണ്ടാ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്, ഉരുക്കാണ് ഉരുക്ക്.